ഹലോ എവരി വൺ. കഴിഞ്ഞ ദിവസം നമ്മൾ പേഴ്സണൽ പ്രൊണോമൻ അക്വസാറ്റീവ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ ആർട്ടിക്കിൾ ഇംഡാക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നോമിനാറ്റീവ് നമ്മൾ കഴിഞ്ഞു, അക്വസാറ്റീവ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത നോക്കുകയാണ് ഡാറ്റീവ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ ഇംഡാക്റ്റീവ് നമുക്ക് നോക്കാം. ദി മുട്ടർ കൗഫ്റ്റ് ഐൻ ക്ലൈഡ്, അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, നമ്മൾ ആദ്യത്തെ ദി മുട്ടർ എന്നുള്ളത് നോമിനാറ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദി മുട്ടറാണ്. കൗഫ്റ്റ് ഐൻ ക്ലൈഡ് രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റ് സെൻറ്റൻസിൽ വന്ന സമയത്ത് അത് അക്വസാറ്റീവായി ഐൻ ക്ലൈഡ് എന്നായി. എന്നാൽ ഇതിൽ കൂടുതൽ ഒരു സബ്ജക്റ്റോ ഒബ്ജക്റ്റോ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡാറ്റീവിൽ ഉപയോഗിക്കണം. അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദി മുട്ടർ കൗഫ്റ്റ് ഡർ ടോഹ്റ്റർ ഐൻ ക്ലൈഡ് എന്നായി. ഓക്കെ, അപ്പോൾ അതായത് ദി മുട്ടർ മദർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഓൾറെഡി ഉണ്ട്. ആ മദർ ഒരു ഡ്രസ്സ് വാങ്ങി, ഐൻ ക്ലൈഡ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ക്ലൈഡ് എന്ന് പറയുന്നത് ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഓൾറെഡി വന്നു. ഇനി ഇതിൽ കൂടുതൽ ഒരു സാധനം കൂടി അവിടെ വരികയാണ് അല്ലേ. ടോഹ്റ്റർ ആർക്ക് വേണ്ടിയാണ് വാങ്ങിയത്? മകൾക്ക് വേണ്ടി, ടോഹ്റ്റർ. അപ്പോൾ ആ മകൾ എന്നുള്ളത് ഡാറ്റീവിൽ ഉപയോഗിക്കണം. അപ്പോൾ അത് ഡർ ടോഹ്റ്റർ ആയി. നോർമലി നമ്മൾ ഡോട്ടർ അഥവാ ടോഹ്റ്റർ എന്നുള്ളതിൻ്റെ ആർട്ടിക്കിൾ എന്താണ് പഠിച്ചത്? നമ്മൾ ദി ആണ് പഠിച്ചത് അല്ലേ. ഫെമിനൈൻ ആണെങ്കിൽ മദർ ആണെങ്കിലും ഡോട്ടർ ആണെങ്കിലും ഒക്കെ ദി ആണ് നമ്മൾ പഠിച്ചത്. ദി ടോഹ്റ്റർ ആണ് വരേണ്ടി വന്നത്. പക്ഷേ ഇത് ഡാറ്റീവ് ആയതുകൊണ്ടാണ് ഇത് ഡർ ടോഹ്റ്റർ ആയത്. ഡാറ്റീവിൻ്റെ ഫെമിനൈൻ ആർട്ടിക്കിൾ ഡർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ദി മുട്ടർ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, അത് നോമിനാറ്റീവ് ആണ്. ഐൻ ക്ലൈഡ് അതാണ് അവിടുത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അത് അക്വസാറ്റീവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐൻ ക്ലൈഡ്. ഇവിടെ ഡോട്ടർ അഥവാ ടോഹ്റ്റർ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അത് നമ്മൾ ഡാറ്റീവിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആവാം അല്ലെങ്കിൽ ഒരു പേഴ്സണും ആവാം. ഓക്കെ, ഇനി അതിപ്പോൾ നമ്മളൊരു പേഴ്സൺ ഉള്ളൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. വേം കോഹ്റ്റ് പെട്ര ഐനെ സൂപ്പേ, ആർക്ക് വേണ്ടിയാണ് പെട്ര സൂപ്പ് ഉണ്ടാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേം കോഹ്റ്റ് പെട്ര ഐനെ സൂപ്പേ. അപ്പോൾ വേമും അത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അത് നോക്കണ്ട, അടുത്ത് നോക്കിക്കേ. പെട്ര കോഹ്റ്റ് ദേം മൻ ഐനെ സൂപ്പേ. പെട്ര എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് പെട്ര. അപ്പോൾ അതാണ് അവിടുത്തെ നോമിനാറ്റീവ് സബ്ജക്റ്റ്. ഇനി എന്താ ഉണ്ടാക്കിയത്? ഐനെ സൂപ്പേ, സൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അതെന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അത് അക്വസാറ്റീവ് ആണ്. ഐനെ സൂപ്പേ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്? ദേം മൻ, അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഒരാളെ പറ്റിയാണ്, ഒരു തിങ്ങിനെ പറ്റിയല്ല, ഒരാളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ദേം മൻ എന്നാണ് പറഞ്ഞത്. മെന്ന്, ഹസ്ബൻഡ്, മാസ്കുലൈൻ ആണ്. ശരിക്കും നമ്മൾ നോമിനേറ്റീവിൽ എന്താ പഠിച്ചത്? ഡറാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഡാറ്റീവ് എത്തിയപ്പോൾ അത് എന്തായി? ദേമായി. അപ്പോൾ നമ്മൾ എന്താ ശരിക്കും നോമിനേറ്റീവിൽ നമ്മൾ പഠിച്ചത് ദർ, ദി, ദസ്, ദി എന്നാണ് ബെസ്റ്റ് മിറ്റ് ആർട്ടിക്കിൾ. ഇതേ സാധനം നമ്മൾ അക്വസാറ്റീവിൽ എന്താ പഠിച്ചത്? ഡർ മാറും, മാസ്കുലൈൻ ഡർ മാറും, ദേനാവും, ബാക്കി സെയിം അല്ലേ. ദേൻ, ദി, ദസ്, ദി എന്നാണ് പഠിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആർട്ടിക്കിൾ ഇംഡാറ്റീവ് നോക്കിയപ്പോൾ നമ്മൾ ആ ഫെമിനൈൻ്റെ നേരത്തെ കണ്ടത് ഡറാണ്. നമ്മൾ ദി എന്ന് പഠിച്ച സാധനം ഇപ്പോൾ ഇവിടെ ഡറായി. അതേപോലെ തന്നെ മാസ്കുലൈൻ്റെത് നോമിനേറ്റീവ് ഡറായിരുന്നു, അതിവിടെ ദേമായി അല്ലേ. അപ്പോൾ നമ്മൾ നോമിനേറ്റീവ് ക്ലിയർ ആക്കി പഠിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്ന് നമുക്ക് ബെസ്റ്റ് മിറ്റ് ആർട്ടിക്കിൾ ആദ്യം നോക്കാം. ബെസ്റ്റ് മിറ്റ് ആർട്ടിക്കിൾ ഇംഡാറ്റീവ് ഓരോന്ന് നോക്കി നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് അവിടെ ഹിൻഡ് തന്നിട്ടുണ്ട്, ഡർ മെൻ ആണ് അല്ലേ. ആർ മെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാസ്കുലൈൻ എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ഡർ വൈനാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ സാന്താക്ലോസ്. ഗിഫ്റ്റ് ദേം മൻ ഐൻ ഗെഷങ്ക് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ആണ്. അപ്പോൾ ഡർ വൈനാറ്റ്സ്മാൻ, ഈ സാന്താക്ലോസ് ഗിഫ്റ്റ് എന്ത് കൊടുത്തു? ആർക്ക്? ദേം മൻ, ഈ മനുഷ്യൻ, ഒരു ആണിന് ഒരു ഐൻ ഗെഷങ്ക്, ഒരു മെയിലിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേം മൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഡർ മൻ അല്ല. നോമിനേറ്റീവ് നമ്മൾ ഡർ ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ ഡാറ്റീവ് ആണ്. എന്തുകൊണ്ട് ഡാറ്റീവ് ആയി എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഡർ വൈനാറ്റ്സ്മാൻ അതാണ് സാന്താക്ലോസ്. അപ്പോൾ ഡയറക്റ്റ് സബ്ജക്റ്റ് അവിടെ ഉണ്ട്, ഡർ വൈനാറ്റ്സ്മാൻ നോമിനേറ്റീവ്. ഐൻ ഗെഷങ്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആർക്ക് കൊടുത്തു? ദേം മൻ, ആ എന്താ പറയുക, ബോയ് അല്ലെങ്കിൽ ആ മെയിൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അത് മാസ്കുലൈനാണ്. പക്ഷേ ഇവിടെ ഡർ മെൻ അല്ല, ഡേം മൻ ആണ് ഉപയോഗിച്ചത്, കാരണം അത് ഡാറ്റീവ് ആയതുകൊണ്ടാണ്. അടുത്തത് ഫ്രൗവിൻ്റെ എക്സാമ്പിളാണ്, ലേഡീൻ്റെ എക്സാമ്പിൾ. എങ്ങനെ വരുന്നത് നോക്കാം. സെയിം സെൻറ്റൻസ് ആണ്. ഡർ വൈനാറ്റ്സ്മാൻ ഗിഫ്റ്റ് ഡർ ഫ്രൗ ഐൻ ഗെഷങ്ക് എന്ന് വരും. സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡർ വൈനാറ്റ്സ്മാൻ എന്നുള്ളതാണ് ഇവിടുത്തെ നോമിനേറ്റീവ് സബ്ജക്റ്റ്. ഐൻ ഗെഷങ്ക് ഗിഫ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി ആർക്ക് കൊടുത്തു? ഫ്രൗ, ആ ലേഡിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വരിക. അപ്പോൾ ഇവിടെ ഇത് ഫ്രൗ ആണ്, ലേഡിയാണ്. ദി ഫ്രൗ എന്നാണ് നമ്മൾ നോമിനേറ്റീവിൽ പഠിച്ചത്, പക്ഷേ ഡാറ്റീവിലാവുമ്പോൾ ഡർ ഫ്രൗ ആവും. ഇനി
എസ്കിൻഡ് അതായത് ദ സ്കിൻഡ് കുട്ടി നോയിട്രൽ എക്സാമ്പിളാണ്. ഡെർ വൈനാറ്റ്സ്മാൻ ഗിഫ്റ്റ് ദേം കിൻഡ് ഐൻ ഗെഷെങ്ക്. സെയിം സെൻറ്റൻസ്. ഡെർ വൈനാറ്റ്സ്മാൻ ദ സാന്താക്ലോസ് ഗിഫ്റ്റ് ദേം കിൻഡ് ഐൻ ഗെഷെങ്ക്. ഐൻ ഗെഷെങ്ക് ഗിഫ്റ്റ് കൊടുത്തു. ആർക്ക് കൊടുത്തു? ദേം കിൻഡ്. ആർക്കാണ്? കുട്ടിക്കാണ്. കുട്ടി എന്താണ്? നോയിട്രൽ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മാസ്കുലൈൻ്റെയും നോയിട്രലിൻ്റെയും ആർട്ടിക്കിൾ സെയിം ആണ് അല്ലേ? ദേം തന്നെയാണ് മാസ്കുലൈൻ ഉപയോഗിച്ചത്, ദേം തന്നെയാണ് നോയിട്രലിന് ഉപയോഗിച്ചത്. ഫെമിനൈൻ എന്താണ്? ഡെറാണ്. ഇനി എന്താ ഇനി ഒന്നുകൂടി ഉള്ളൂ? ആരാണ്? പ്ലൂരൽ. ദർ വൈനാറ്റ്സ്മാൻ ഗിഫ്റ്റ് ദേൻ കിൻഡേൺ സ്യൂസി കൈറ്റൻ. സ്യൂസി കൈറ്റൻ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഡെർ വൈനാറ്റ്സ്മാൻ ഈ സാന്താക്ലോസ് ഗിഫ്റ്റ് എന്താ ആർക്കാണ് കൊടുത്തത്? ദേൻ കിൻഡേൺ കുട്ടികൾക്കാണ് അല്ലേ? അത് പ്ലൂരലാണ്. ദേൻ കിൻഡേൺ. ദേൻ പ്ലസ് എൻ ആണ് വന്നത്. അതായത് കിൻഡർ അല്ല കിൻഡേൺ എന്നായി. കിൻഡറിൻ്റെ അപ്പുറത്ത് ഒരു എന്നും കൂടി വന്നു. അത് പ്ലൂരലിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് നോമിനേറ്റീവ് നമ്മൾ എന്താ പഠിച്ചത്? ദർ ദി ദസ് ദി അല്ലേ? അത് ഡാറ്റീവിലാവുമ്പോൾ എന്താവും? ഡർ ദേമാവും, ദി ഡറാവും, ദസ്സും ദേമാവും. അതായത് മാസ്കുലൈനും നോയിട്രലും ദേമാവും. പ്ലൂരൽ എന്താവും? ദേൻ പ്ലസ് എൻ ആവും. ഓക്കെ, അപ്പോൾ ടേബിൾ എല്ലാം പഠിച്ചു പോകും. നോമിനേറ്റീവ് ദർ ദി ദസ് ദി, അക്വസേറ്റീവ് ദേൻ ദി ദസ് ദി, ഡാറ്റീവ് ദേം ഡർ ദേം ദേൻ പ്ലസ് എൻ, അങ്ങനെ ആവും. ഓക്കെ, ഇനി നമുക്ക് ഉൺബെസ്റ്റ്മെൻറ്റ് ആർട്ടിക്കിൾ നോക്കാം. ഉൺബെസ്റ്റ്മെൻറ്റ് ആർട്ടിക്കിൾ നോമിനേറ്റീവിൽ നമ്മൾ എന്താ പഠിച്ചത്? ഐൻ ഐന് ഐൻ, അങ്ങനെ നമ്മൾ പഠിച്ചത് അല്ലേ? അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആർ ഗസ്റ്റ്, അതായത് ഡർ ഗസ്റ്റിനെ പറ്റിയാണ് മാസ്കുലൈൻ എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. എർ ബ്രിങ്റ്റ് ഐനം ഗസ്റ്റ് ദസ് എസ് എൻ. ഹീ ബ്രിങ്സ് ഫുഡ് ടു ദി ഗസ്റ്റ്. ഗസ്റ്റിന് വേണ്ടി ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ ഗസ്റ്റിൻ്റെ മുന്നേ എന്ത് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഐനം എന്നാണ് അല്ലേ? ഇവിടെ മാസ്കുലൈൻ്റെ ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത് ഐനം എന്നാണ്. അത് നിങ്ങൾ ഇവിടെ ആലോചിച്ചാൽ മതി. ബെസ്റ്റിമേറ്റിൽ എന്താ വരിക? ദേം എന്നല്ലേ? ഇ എം എന്നല്ലേ? ആ എൻഡിങ് ആണ് ഇവിടെ വരിക. ഐനം മാസ്കുലൈൻ ആണല്ലോ. ഐനം ഗസ്റ്റ്. ഇനി അടുത്ത് ഫെമിനൈൻ്റെ എക്സാമ്പിൾ നോക്കാം. എർ ബ്രിങ്റ്റ് ഐനർ ഫ്രൗ ദസ് എസ് എൻ. ഹീ ബ്രിങ്സ് എ ഫുഡ് ഫോർ എ വുമൺ. വുമണിന് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുവന്നു. ഇവിടെ എങ്ങനെ ഐനർ വന്ന്? അത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഡാറ്റീവിൻ്റെ ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ എൻഡിങ് എന്താ? ഇ ആർ അല്ലേ? ഇ ആർ ഇവിടെ ഇട്ടാൽ മതി. എർ ബ്രിങ്റ്റ് ഐനർ ഫ്രൗ ദസ് എസ് എൻ. ഓക്കെ, അടുത്തത് കിൻഡാണ് കുട്ടി. എർ ബ്രിങ്റ്റ് ഐനം കിൻഡ് ദസ് എസ് എൻ. അത് സെയിം അല്ലേ? അതൊന്നും മാസ്കുലൈൻ്റെയും നോയിട്രലിൻ്റെയും സെയിം ആണ്. മാസ്കുലൈൻ ഐനം ആണെങ്കിൽ നോയിട്രലും ഐനം തന്നെ ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ടേബിൾ നോക്കിയാൽ എങ്ങനെ വരും? നോമിനേറ്റീവിൽ ഐൻ ഐന് ഐൻ എന്നാണ് വരിക. ഡാറ്റീവിൽ ഐനം ഐനർ ഐനം എന്ന് വരും. പ്ലൂരലിന് ആർട്ടിക്കിൾ ഇല്ലാത്തതുകൊണ്ട് അത് മാറില്ല. പക്ഷേ അതിൻ്റെ വെർബ് എൻഡിങ്ങിൽ, അതായത് ആ സബ്ജക്റ്റിൻ്റെ എൻഡിങ്ങിൽ ഒരു എൻ ആഡ് ചെയ്യണമെന്ന് മാത്രം. ഒരു എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് നെഗറ്റീവ് ആർട്ടിക്കിൾ നോക്കാം. നെഗറ്റീവ് ആർട്ടിക്കിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുൻബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ നമുക്കറിയാമെങ്കിൽ ഇപ്പുറത്ത് കെ ഇട്ടാൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ ഐനം ഐനർ ഐനം എന്ന് കിട്ടി. അതിൻ്റെ അപ്പുറത്ത് ഒരു കെ ഇട്ടാൽ നെഗറ്റീവ് ആർട്ടിക്കിളായി. കൈനം കൈനർ കൈനം, കൈനൻ പ്ലസ് എൻ. അതാണ് നെഗറ്റീവ് ആർട്ടിക്കിൾ ഇംഡാറ്റീവ് വരിക, പ്ലൂരൽ. ഓക്കെ, കാരണം ഇൻവെസ്റ്റിമേറ്റ് ആർട്ടിക്കിളിൽ പ്ലൂരൽ ഉണ്ടാവില്ല, പക്ഷേ നെഗറ്റീവിൽ ഉണ്ടാവും. കൈൻ കൈനെ കൈൻ കൈനെ എന്നാണ് നമ്മൾ നോമിനേറ്റീവിൽ പഠിച്ചത്. അത് കൈനം കൈനർ കൈനം കൈനൻ പ്ലസ് എന്നാവും. അപ്പോൾ ടോട്ടൽ ടേബിൾ എങ്ങനെ ഉണ്ടാവും? ദർ ദി ദസ് ദി എന്നുള്ള സ്ഥലത്ത് ഡാറ്റീവിൻ്റെ ആർട്ടിക്കിൾ ദേം ദർ ദേം ദേൻ പ്ലസ് എന്നായിരിക്കും. ഇൻവെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ ഐൻ ഐനെ ഐൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അത് നോമിനേറ്റീവ്. ഡാറ്റീവ് ആകുമ്പോൾ ഐനം ഐനർ ഐനം എന്നാവും. പ്ലൂരലിന് ലാസ്റ്റ് ഒരു എൻ ഉണ്ടാവുമെന്ന് മാത്രം, ഇതുണ്ടാവില്ല. നെഗറ്റീവ് കൈനം കൈനർ കൈനം കൈനൻ പ്ലസ് എൻ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഡാറ്റീവ് ആയി. നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് ഗ്രാമറുകളും ഇപ്പോൾ കവർ ചെയ്തു. ഓക്കെ.